അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ARFന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കൂട്ടിലത്തെ കുറച്ച് ബ്രീഡിംഗ് സെറ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ വീഡിയോക്ക് മുഴുവനായിട്ട് കാണുക. ഇതിൽ നമ്മളെ മെയിൽ വരുന്നത് കഴുത്തിൽ ബ്ലാക്ക് വരുന്ന മൈനയാണ്. ഈ സുർമൈനാണ് ഫീമെയിൽ. നല്ല അത്യാവശ്യം തന്നെ പറന്ന പ്രാവാട്ടാ, രക്ഷയില്ലാത്ത പ്രാവുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പുതിയ സെറ്റ് ചേർത്തിട്ടില്ല കേട്ടോ. ഓരോ കുഞ്ഞന്മാരെ നമ്മളെ കയ്യിലുണ്ട്. പുതിയതായിട്ട് ഇപ്രാവശ്യം നമ്മൾ വീണ്ടും സെറ്റ് ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ ഇത് നമ്മളുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ഫുൾ വൈറ്റാണ് ഫീമെയിൽ. അതിൻ്റെ വാൽക്കറപ്പിലുള്ളതാണ് മെയിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം തന്നെ നല്ല നല്ല പറന്ന പ്രാവുകളാണ്. നല്ല നമ്മൾ ഇവിടെ കൂട്ടുകാരിൽ നിന്ന് കൂടുന്നതാണ്. കുഞ്ഞന്മാരൊക്കെ എടുത്തിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുന്ന കൂട്ടുകാർ അത്യാവശ്യം സെറ്റുകൾ പുതിയ ചേർത്ത് സെറ്റുകളൊക്കെ ഒന്ന് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കുറച്ച് സെയിലായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് കുറച്ച് ആടുകൾ, തൃശ്ശൂരിൽ കുറച്ച് ആട്, അതുപോലെ തന്നെ കുറച്ച് പോത്തുകുട്ടന്മാരൊക്കെ സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വീഡിയോ ഒക്കെ മുഴുവനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മളെ കടപ്പ രാജേട്ടൻ്റെ ലൈനട്ടാ. നമ്മളെ കൂട്ടിലത്തെ ഹെവി സെറ്റുകളാണ്. കടപ്പ രാജേട്ടൻ്റെ മെയിൻ സെറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, അതുപോലെ ഇത് നമ്മളിൽ രമേശ്വരമുഖത്തിൻ്റെ ഒരു ലൈനിലാണ് ഈ ഫീമെയിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ മെയിൽ നമ്മൾ കൂട്ടുകാരൻ്റെ പ്രാവിൻ്റെ കുട്ടിയാണ്. ഇരുവരിൽ നമ്മളെ കൂട്ടുകാരൻ്റെ പ്രാവിൻ്റെ കുട്ടിയാണ്. ഒക്കെ നല്ല കൺഫേം സെറ്റാലട്ടാ. കൺഫേം സെറ്റിലത്തെ കുഞ്ഞന്മാരാണ് ഇതൊക്കെ. നമ്മളിൽ വലിയ പ്രാവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്രീഡിംഗ് സെറ്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നമ്മളെ നാഗർകോവിൽ രമേശ്വരമുഖത്തിൻ്റെ ലൈന് ബേഡാണ്. രണ്ടും ആ ലൈനിൽ വരുന്ന തന്നെയാണ്. മെയിലും ഫീമെയിൽ അതേ ലൈനിൽ വരുന്ന പ്രാവുകൾ തന്നെയാണ്. അവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കുഞ്ഞന്മാരൊക്കെ ഇറങ്ങിയിട്ട് പറപ്പിക്കുമ്പോൾ റിസൾട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒക്കെ ഹെവി സെറ്റിൻ്റെ കുഞ്ഞന്മാർ തന്നെയാണ്. നമ്മളെടുത്ത കുഞ്ഞന്മാർ നമ്മളിൽ വലുതായ പ്രാവുകളാണ്. ഇവർ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞന്മാർ പറക്ക തന്നെ വേണം. സെറ്റൊക്കെ കൺഫേം തന്നെയായിരുന്നു. അവരെ ബ്രീഡിങ് സെറ്റൊക്കെ പക്ക കൺഫേമാണ്. വലിയ ഹെവി സെറ്റിൻ്റെ കുഞ്ഞന്മാരാണ്. ലൈനിൽ നമുക്ക് രണ്ട് കുഞ്ഞന്മാരുണ്ട്. നമ്മളതിനെ പറപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്, ചിറക് വലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് ഇനി കാണാം. ഇത് നമ്മൾക്ക് വന്നിട്ടുള്ളത് രണ്ട് പോത്തുകുട്ടന്മാർ വന്നിട്ടുണ്ട്. ഇവർ തൃശ്ശൂർ ജില്ലയിൽ പുന്നൂർകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഏകദേശം 100 കിലോൻ്റെ മേലെ, ഒന്നൊരു 100 കിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവരുമായിട്ട് തന്നെ സംസാരിച്ച് നോക്കുക. അടുത്തതായിട്ട് നമ്മൾക്ക് തൃശ്ശൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ആലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. നല്ല ക്രോസിനൊക്കെ നിർത്താൻ പറ്റിയ ബീറ്റിൽ ക്രോസ് 2 വയസ്സുള്ള മുട്ടനാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഹെവി ബീറ്റലാണ്. നല്ല കാണാൻ തന്നെ അത്യാവശ്യം വലിയ ആടാണ്. 90 kg അതിൻ്റെ ബോഡി വെയിറ്റ് എന്നുള്ള അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രോസിങ്ങിന് പറ്റിയ ആളുകൾക്കൊക്കെ കറക്റ്റാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നേരിട്ട് പോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് തന്നെ അവരോടുമായിട്ട് ഡയറക്റ്റ് കണ്ട് സംസാരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, സംസാരിക്കുക. അവരുമായിട്ട് 47 റുപ്യാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഡയറക്റ്റ് വന്നിട്ട് കാണുക എന്നുള്ളതാണ്. അതിന് ഒരു പ്രത്യേകിച്ച് അതിന് എടുത്ത് പറയാച്ചാൽ ഒരു അക്രമ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാടാണ്. ക്രോസിങ്ങിനൊക്കെ പറ്റിയ ആടാണ്. അതിൻ്റെ കഴുത്തിലൊരു കയറ് പോലും തീരെ കെട്ടാറില്ല എന്നാണ് അവർ നമ്മോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. അതുപോലെ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഡബ്ബ ബീറ്റലിൻ്റെ ഒരു 2 വയസ്സിലെ മുട്ട തന്നെ വന്നുള്ളത്. 80 കിലോ ബോഡി വെയിറ്റ് ഉണ്ട്. അതിനൊരു 42,000 രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ റേറ്റിൽ എന്തായാലും ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് 2.5 വയസ്സ് പ്രായമുള്ള 50 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരു ബീറ്റൽ പെണ്ണാടിനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രസവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3.5 മാസം ആയിട്ടുണ്ട്. ഒരകിടിൽ തന്നെ പാലില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞ റേറ്റ് 25,000 രൂപയാണ് അതിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ എന്തെങ്കിലും ചെറുതായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സംസാരിച്ച് നോക്കുക. പിന്നെ നമുക്ക് 1 വയസ്സ് പ്രായമുള്ളൊരു മുട്ടനാണ് വന്നിട്ടുള്ളത്. ഇത് തൃശ്ശൂർ ജില്ലയിൽ ചെറായിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 19,000 രൂപയാണ് എൻ്റെ റേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്.